ശ്വാസത്തിലൂടെ വിധിയെ മാറ്റാം. എന്താ, വിശ്വാസം വരുന്നില്ലേ? സത്യമാണ്. ചില പ്രത്യേക രീതിയിലുള്ള ശ്വസനക്രിയകൾ പരിശീലിച്ചാൽ വിധിയെ മാറ്റാൻ കഴിയും. രോഗങ്ങളിൽ നിന്നും മുക്തി നേടും. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ഒന്ന് പരീക്ഷിച്ചു നോക്കൂ. നമ്മൾ ശ്വസിക്കുന്ന വായു വെറും ഓക്സിജൻ മാത്രമല്ല, അത് പ്രപഞ്ച ഊർജ്ജമായ പ്രാണനാണ്. ആ പ്രാണന്റെ ഒഴുക്കിനെ നിയന്ത്രിക്കുന്ന വിദ്യയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അതീവ രഹസ്യമായി ഗുരുക്കന്മാർ ശിഷ്യന്മാർക്ക് മാത്രം പകർന്നു നൽകിയിരുന്ന ശരയോഗ അഥവാ ശരനൂൽ ശാസ്ത്രത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഈയൊരു വിദ്യയിലൂടെ വെറും ശ്വാസം കൊണ്ട് നിങ്ങളുടെ ജീവിതം എങ്ങനെ അത്ഭുതകരമായി മാറ്റാമെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ ഉറക്കം, ദേഷ്യം, ചിന്തകൾ, ഓർമ്മശക്തി, ധൈര്യം, സമ്പത്ത് ഇവയെല്ലാം നിങ്ങളുടെ ശ്വാസഗതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ശ്വാസത്തെ എങ്ങനെയാണ് നമ്മുടെ ഋഷിമാർ ഒരു ശാസ്ത്രമായി കണ്ടിരുന്നതെന്നറിയണമെങ്കിൽ ആദ്യം ഇതിന്റെ ഉത്ഭവത്തിലേക്ക് നമുക്കൊന്നു പോകണം. ശിവസ്വരോദയം, പ്രപഞ്ചത്തിന്റെ താക്കോൽ. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ശരയോഗയുടെ മൂലകഥ നമ്മുടെ പുരാണങ്ങളിൽ ശിവസ്വരോദയം എന്ന പുരാണഗ്രന്ഥത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരിക്കൽ കൈലാസത്തിൽ പാർവതീദേവി പരമശിവനോട് വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യം ചോദിച്ചു. ഭഗവാനെ, ഈ പ്രപഞ്ചം മുഴുവൻ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണെന്നറിയാം. എന്നാൽ മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ രോഗങ്ങളും ദുഃഖങ്ങളും പരാജയങ്ങളും അവനെ വേട്ടയാടുന്നു. അവയെല്ലാം വിധിയെന്ന് പറഞ്ഞൊഴിഞ്ഞുമാറാതെ ഒരു സാധാരണക്കാരന് പോലും വിധിയെ അതിജീവിക്കാനും എളുപ്പത്തിൽ ആനന്ദം കണ്ടെത്താനും സാധിക്കുന്ന എന്തെങ്കിലും ഒരു രഹസ്യമാർഗമുണ്ടോ? തന്റെ പ്രിയ പത്നിയുടെ ചോദ്യം കേട്ടപ്പോൾ പരമശിവൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ദേവി, നീ ചോദിച്ചത് പ്രപഞ്ചത്തിന്റെ താക്കോലാണ്. ഈ പ്രപഞ്ചം മുഴുവൻ നിലനിൽക്കുന്നത് ശ്വാസത്തിലാണ്. മനുഷ്യന്റെ മൂക്കിലെ 2 നാസാരന്ധ്രങ്ങൾ വെറും വായു സഞ്ചരിക്കാനുള്ള വഴികളല്ല, അവ സൂര്യനും ചന്ദ്രനുമാണ്. ശിവൻ തുടർന്നു, വലതുമൂക്കിലൂടെയുള്ള ശ്വാസം സൂര്യന്റെ ഊർജ്ജത്തെയും ഇടതുമൂക്കിലൂടെയുള്ള ശ്വാസം ചന്ദ്രന്റെ കുളിർമയെയും പ്രതിനിധീകരിക്കുന്നു. ഈ 2 ശക്തികളുടെ ഒഴുക്ക് എപ്പോൾ, എങ്ങനെ, ഏതു മൂക്കിലൂടെയാണ് സംഭവിക്കുന്നതെന്ന് ആര് കൃത്യമായി അറിയുന്നുവോ അവന് പ്രപഞ്ചത്തിന്റെ നിയമങ്ങളെ തന്നെ അറിയാൻ കഴിയും. ഓരോ നിമിഷവും നമ്മുടെ ശ്വാസത്തിന്റെ ഈ ഒഴുക്ക് മാറിക്കൊണ്ടിരിക്കും. ഈ മാറ്റം അന്നത്തെ ദിവസത്തെ പഞ്ചഭൂതങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും നമ്മുടെ മനസ്സിന്റെയും അവസ്ഥയെ ആശ്രയിച്ചിരിക്കുന്നു. ശിവൻ ഉപദേശിച്ചുകൊടുത്ത ഈ വിദ്യയാണ് പിന്നീട് ശിവസ്വരോദയമെന്നും ശരയോഗ എന്നും അറിയപ്പെട്ടത്. ഇതൊരു വെറും വിശ്വാസമല്ല, മറിച്ച് പ്രകൃതിയുടെ താളത്തിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാനുള്ളൊരു മാസ്റ്റർ കീയാണ്. നാഡികളും ചക്രങ്ങളും, ആന്തരിക ഘടന. ശരയോഗ തത്വപ്രകാരം നമ്മുടെ ശരീരം വെറുമൊരു മാംസപിണ്ഡമല്ല, മറിച്ച് 72,000-ഓളം ഊർജ്ജനാളികളായ നാഡികൾ ചേർന്ന ഒരു വൈദ്യുത സർക്യൂട്ടാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട 3 നാഡികളാണ് നമ്മുടെ വിധിയെ നിയന്ത്രിക്കുന്നത്. 1. ഇടശരം, ലെഫ്റ്റ് നോസ്ട്രൽ, ചന്ദ്രനാഡി അഥവാ ഇട. സ്വഭാവം: ചന്ദ്രനെപ്പോലെ കുളിർമയുള്ളതും ശാന്തവുമാണ്. പ്രതിനിധാനം: സ്ത്രീലിംഗ ഊർജ്ജം അഥവാ ഫെമിനിൻ എനർജി. ഭാവന, വികാരങ്ങൾ, സർഗാത്മകത, വിശ്രമം, ഉറക്കം. നിയന്ത്രിക്കുന്നത്: പാരാസിമ്പത്തറ്റിക് നാഡീവ്യൂഹം. ധ്യാനിക്കാൻ, എഴുതാൻ, പുതിയ കാര്യങ്ങൾ പഠിക്കാൻ, ശാന്തമായി സംസാരിക്കാൻ, വിശ്രമിക്കാൻ ഏറ്റവും നല്ല സമയം. നമ്മുടെ മനസ്സ് വളരെ മൃദുലവും സംവേദനശീലവുമായിരിക്കുന്ന അവസ്ഥയാണിത്. ഇത് സജീവമായിരിക്കുമ്പോൾ എടുക്കുന്ന തീരുമാനങ്ങൾ കൂടുതൽ വിവേകപൂർണമായിരിക്കും. 2. വലശരം, റൈറ്റ് നോസ്ട്രൽ, സൂര്യനാഡി അഥവാ പിംഗള. സ്വഭാവം: സൂര്യനെപ്പോലെ ഉഷ്ണമുള്ളതും പ്രകാശമുള്ളതുമാണ്. പ്രതിനിധാനം: പുരുഷലിംഗ ഊർജ്ജം, മാസ്കുലിൻ എനർജി. യുക്തി, ചിന്ത, പ്രവർത്തനം, ദഹനം, കഠിനാധ്വാനം. നിയന്ത്രിക്കുന്നത്: സിമ്പത്തറ്റിക് നാഡീവ്യൂഹം. ഉപയോഗം: കഠിനമായ ജോലികൾ ചെയ്യാനും ദേഷ്യം പ്രകടിപ്പിക്കാനും ഭക്ഷണം കഴിക്കാനും യുദ്ധങ്ങൾക്കും ഇന്നത്തെ കാലത്ത് തർക്കങ്ങൾക്കും ഈ ശ്വാസമാണ് വേണ്ടത്. ഈ നാഡി സജീവമാകുമ്പോൾ ശരീരത്തിലെ ചൂട് വർദ്ധിക്കുകയും കാര്യങ്ങൾ വേഗത്തിൽ ചെയ്യാൻ നമുക്ക് ഊർജ്ജം ലഭിക്കുകയും ചെയ്യുന്നു. ധൈര്യം, ആത്മവിശ്വാസം, ഇച്ഛാശക്തി എന്നിവ ഈ നാഡിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 3. സുഷുമ്ന, സെൻട്രൽ ചാനൽ അഥവാ മധ്യനാഡി. സ്വഭാവം: 2 നാഡികളും ബാലൻസ് ചെയ്തു നിൽക്കുന്ന അപൂർവ അവസ്ഥ. സംഭവം വളരെ കുറഞ്ഞ സമയം മാത്രമേ ഇത് സംഭവിക്കൂ. സൂര്യനാഡിയും ചന്ദ്രനാഡിയും ഒരേ സമയം ശക്തി പ്രാപിക്കുന്ന ഈ അവസ്ഥയിലാണ് യോഗികൾ യഥാർത്ഥത്തിൽ ധ്യാനിക്കുന്നത്. പ്രത്യേകത: മനുഷ്യൻ താൻ ആരാണെന്ന് തിരിച്ചറിയുന്ന ആത്മീയമായ ഉണർവ് സംഭവിക്കുന്ന അവസ്ഥയാണിത്. പ്രപഞ്ചശക്തിയായ കുണ്ടലീനി ശക്തിയെ ഉണർത്താൻ ഈ നാഡിക്ക് സാധിക്കുന്നുവെന്നാണ് പറയപ്പെടുന്നത്. ഈ സമയം ചെയ്യുന്ന പ്രാർത്ഥനകളും ധ്യാനങ്ങളും മന്ത്രോച്ചാരണങ്ങളും ഇരട്ടി ഫലം നൽകും.
ഈ നാഡികൾ നമ്മുടെ ശരീരത്തിലെ 7 പ്രധാന ഊർജ്ജകേന്ദ്രങ്ങളായ ചക്രങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇട, പിംഗള നാഡികൾ ഈ ചക്രങ്ങളെ ചുറ്റി സഞ്ചരിച്ച് സുഷുമ്നാ നാഡിയുടെ ഇരുവശത്തുമായി നിലകൊള്ളുന്നു. ശരിയായ ശ്വസനം ഈ ചക്രങ്ങളിലെ തടസ്സങ്ങൾ നീക്കി ഊർജ്ജത്തെ സുഷുമ്നയിലേക്ക് എത്തിക്കുന്നു. ഇതാണ് യോഗയുടെ അടിസ്ഥാന തത്വം. 3. ബുദ്ധനും കോപിച്ച മനുഷ്യനും, മനസ്സിന്റെ കടിഞ്ഞാൺ. ഈ ശ്വാസഗതിയും നമ്മുടെ മനസ്സും തമ്മിലുള്ള ബന്ധം എത്രത്തോളം വലുതാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഗൗതമബുദ്ധന്റെ ജീവിതത്തിലെ പ്രസിദ്ധമായൊരു സംഭവം ഓർക്കാം. ഇത് ശരയോഗയുടെ തത്വങ്ങളെ ഏറ്റവും ലളിതമായി പഠിപ്പിക്കുന്ന ഒരു പാഠമാണ്. ഒരിക്കൽ ബുദ്ധൻ ശിഷ്യന്മാരുമായി ഒരു മരച്ചുവട്ടിൽ സംസാരിച്ചിരിക്കുമ്പോൾ അത്യയേറ്റം കോപിച്ച് രക്തം തിളച്ച ഒരാൾ അവിടേക്ക് ഓടിവന്നു. അയാൾ ഉറക്കെ അലറി വിളിക്കുകയും ബുദ്ധനെ ചീത്ത വിളിക്കാനും തുടങ്ങി. അയാൾക്ക് ബുദ്ധനോട് മുൻവൈരാഗ്യമോ തെറ്റിദ്ധാരണയോ ഉണ്ടായിരുന്നു. ബുദ്ധൻ ഒരു മറുപടിയും പറയാതെ പാറ പോലെ ശാന്തനായി പുഞ്ചിരിച്ചുകൊണ്ട് അയാളെ നോക്കി നിന്നു. അവസാനം ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയാതെ ആ മനുഷ്യൻ ബുദ്ധന്റെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പി. ഇത് കണ്ട് ശിഷ്യനായ ആനന്ദൻ ഉൾപ്പെടെ എല്ലാവർക്കും വല്ലാത്ത ദേഷ്യവും സങ്കടവും വന്നു. അവർക്ക് ആ മനുഷ്യനോട് പ്രതികരിക്കാൻ തോന്നി. എന്നാൽ ബുദ്ധൻ വളരെ ശാന്തനായി ഒരു തുണികൊണ്ട് മുഖം തുടച്ചുകൊണ്ട് അയാളോട് ചോദിച്ചു, സുഹൃത്തേ, നീ എന്നോട് ദേഷ്യം തീർത്ത് സംസാരിച്ചു. ഇപ്പോൾ നീ തുപ്പി. നിനക്കിനി എന്തെങ്കിലും പറയാനുണ്ടോ? ഇനിയും നിന്റെ ദുഃഖം തീർന്നില്ലെങ്കിൽ നീ തുടർന്നോളൂ. ആ മനുഷ്യൻ ഞെട്ടിപ്പോയി. അയാൾ പ്രതീക്ഷിച്ചത് ബുദ്ധൻ തിരിച്ചു ദേഷ്യപ്പെടുമെന്നാണ്, അല്ലെങ്കിൽ ശിഷ്യന്മാർ തന്നെ ആക്രമിക്കുമെന്നാണ്. പക്ഷെ തീർച്ചയായും ശാന്തനായ ബുദ്ധന്റെ മറുപടി കേട്ട് അയാൾ ഒന്നും മിണ്ടാതെ അപമാനിതനായി തിരിച്ചുപോയി. അന്ന് രാത്രി അയാൾക്കുറങ്ങാൻ കഴിഞ്ഞില്ല. താൻ ചെയ്ത പ്രവൃത്തിയുടെ ഭാരം അയാളെ വേട്ടയാടി. പിറ്റേന്ന് അതിരാവിലെ അയാൾ ബുദ്ധന്റെ അടുത്തെത്തി അദ്ദേഹത്തിന്റെ കാൽക്കൽ വീണ് മാപ്പു ചോദിച്ചു കരഞ്ഞു. അപ്പോഴും ബുദ്ധൻ ശാന്തനായി തലയിൽ കൈവച്ച് ആശ്വസിപ്പിച്ചുകൊണ്ട് ചോദിച്ചു, നിനക്കിനി എന്തെങ്കിലും പറയാനുണ്ടോ? ഇവിടെ എന്താണ് സംഭവിച്ചത്? ആദ്യ ദിവസം ആ മനുഷ്യൻ ദേഷ്യപ്പെട്ടപ്പോൾ അയാളുടെ വലശരം അഥവാ സൂര്യനാഡി അമിതമായി പ്രവർത്തിക്കുകയായിരുന്നു. ശരയോഗയുടെ ഭാഷയിൽ പറഞ്ഞാൽ അയാളുടെ പ്രവർത്തനത്തിന്റെ ഊർജ്ജം കോപമായി പുറത്തുവന്നു. അയാളുടെ ശ്വാസം വേഗത്തിലായിരുന്നു. എന്നാൽ ബുദ്ധൻ തന്റെ ശ്വാസത്തെ പൂർണ്ണമായും നിയന്ത്രിച്ചതുകൊണ്ട് മനസ്സ് ചഞ്ചലമായില്ല. പ്രതികരിക്കാനുള്ള ഊർജ്ജം പുറത്തുപോയില്ല. ബുദ്ധന്റെ ശ്വാസം അപ്പോൾ ചന്ദ്രനാഡിയിലോ സുഷുമ്നയിലോ ആയിരുന്നിരിക്കണം. ശരയോഗ പറയുന്നതിതാണ്, മനസ്സ് ഓടുന്ന കുതിരയാണെങ്കിൽ ശ്വാസം അതിന്റെ കടിഞ്ഞാണാണ്. ശ്വാസത്തെ പിടിച്ചു നിർത്തിയാൽ മനസ്സിനെയും പിടിച്ചു നിർത്താം. ബുദ്ധൻ ചെയ്തതാണ്. ദേഷ്യത്തിന് മറുപടി കൊടുക്കാതെ ശ്വാസം ശ്രദ്ധിച്ച് ആ തീ സ്വയം കെടുത്താൻ അദ്ദേഹം ആ മനുഷ്യന് സമയം നൽകി. ഈ വിദ്യയാണ് യഥാർത്ഥത്തിൽ മൈൻഡ്ഫുൾ ബ്രീത്തിംഗ് എന്നും വിപസ്സൂന എന്നും അറിയപ്പെടുന്നത്. 4. ആധുനിക ശാസ്ത്രവും ഹോർമോണുകളും, ശാസ്ത്രീയ അടിത്തറ. നമ്മുടെ ഡോക്യുമെന്റിൽ പറയുന്നതുപോലെ ഇതിന്റെ താക്കോൽ നമ്മുടെ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം അഥവാ സ്വയംഭരണ നാഡീവ്യൂഹത്തിലാണ്. എല്ലാ മനുഷ്യർക്കും 2 തരം നാഡീവ്യൂഹങ്ങളുണ്ട്. ഒന്ന്, സിമ്പത്തറ്റിക് നാഡീവ്യൂഹം അഥവാ ദി ആക്സിലറേറ്റർ. ഇത് വലതുമൂക്കിലൂടെയുള്ള സൂര്യനാഡിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതാണ് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് അവസ്ഥയ്ക്ക് കാരണം. അതായത് ഒരു അപകടം വരുമ്പോൾ ഓടി രക്ഷപ്പെടാനോ പ്രതിരോധിക്കാനോ നമ്മളെ സജ്ജമാക്കുന്നത് ഈ വ്യൂഹമാണ്. ഇത് സജീവമാകുമ്പോൾ അഡ്രീനാലിൻ, കോർട്ടിസോൾ തുടങ്ങിയ സ്ട്രെസ് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഹൃദയമിടിപ്പ് കൂടും, രക്തസമ്മർദ്ദം ഉയരും. ഇത് കുറഞ്ഞ അളവിൽ നല്ലതാണ്. എന്നാൽ അമിതമായാൽ അത് ദീർഘകാല രോഗങ്ങൾക്കും ഉത്കണ്ഠയ്ക്കും ഉറക്കമില്ലായ്മയ്ക്കും കാരണമാകും. 2. പാരാസിമ്പത്തറ്റിക് നാഡീവ്യൂഹം അഥവാ ദ ബ്രേക്ക്. ഇത് ഇടതുമൂക്കിലൂടെയുള്ള ചന്ദ്രനാഡിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതാണ് റെസ്റ്റ് ആൻഡ് ഡൈജസ്റ്റ് അവസ്ഥ. അതായത് വിശ്രമിക്കാനും ദഹനം കൃത്യമായി നടത്താനും ശരീരത്തെ റിപ്പയർ ചെയ്യാനും സഹായിക്കുന്നത് ഈ വ്യൂഹമാണ്. നമ്മൾ ശരിയായ രീതിയിൽ ശാന്തമായി, അതായത് ഇടതും വലതും നാസാരന്ധ്രങ്ങളെ ബാലൻസ് ചെയ്ത് ശ്വസിക്കുമ്പോൾ തലച്ചോറിൽ നിന്ന് ഡോപ്പമിൻ, സെറോട്ടോണിൻ, ഓക്സിറ്റോസിൻ, എൻഡോർഫിൻ തുടങ്ങിയ ഹാപ്പി ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഈ ഹോർമോണുകളുടെ പങ്ക് വളരെ വലുതാണ്. സെറോട്ടോണിൻ സന്തോഷവും ക്ഷേമവും നൽകുന്ന ഹോർമോൺ. ഇത് സ്ട്രെസ് കുറയ്ക്കുന്നു. ഡോപ്പമിൻ ധ്യാനം, ഏകാഗ്രത, ലക്ഷ്യത്തിലെത്താനുള്ള പ്രചോദനം നൽകുന്നു. ഓക്സിറ്റോസിൻ സ്നേഹം, ബന്ധങ്ങൾ, വിശ്വാസം എന്നിവ വർദ്ധിപ്പിക്കുന്നു. ബുദ്ധന്റെ കഥയിൽ സംഭവിച്ചതുപോലെ ശ്വസന നിയന്ത്രണത്തിലൂടെ നമ്മൾ നമ്മുടെ നാഡീവ്യൂഹത്തിന്റെ ആക്സിലറേറ്റർ അഥവാ സൂര്യനാഡി, ബ്രേക്കും അഥവാ ചന്ദ്രനാഡിയും ബാലൻസ് ചെയ്യുന്നു. ഇത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ പോലും ശാന്തമായിരിക്കാനും വ്യക്തമായ തീരുമാനങ്ങളെടുക്കാനും സഹായിക്കുന്നു. പ്രശസ്ത മോട്ടിവേഷണൽ സ്പീക്കർ രാഹുൽ കാർത്തിക് പറയുന്നതുപോലെ, വെറുതെ കണ്ണടച്ചിരുന്ന് ധനികനാകാൻ ആഗ്രഹിച്ചാൽ മാത്രം പോരാ. ശ്വാസനിയന്ത്രണത്തിലൂടെ ശരീരത്തെയും മനസ്സിനെയും വികാരങ്ങളെയും പാകപ്പെടുത്തണം. അപ്പോഴാണ് നിങ്ങൾ വിജയത്തിനു വേണ്ടി നിയമം ശരിയായി തയ്യാറെടുക്കുന്നത്. പ്രയോഗിക്കുമ്പോഴാണ് വിജയം നിങ്ങളെ തേടിയെത്തുന്നത്. പ്രായോഗിക പരിശീലനങ്ങൾ.
ജീവിതത്തെ മാറ്റുന്ന വിദ്യകൾ. ഇനി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന വളരെ ലളിതവും എന്നാൽ ശക്തവുമായ ചില ശ്വസനവിദ്യകൾ നോക്കാം. ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഗതി മാറ്റിമറിക്കാൻ ശേഷിയുള്ളവയാണ്. 1. നാഡീശുദ്ധി പ്രാണായാമം. നാഡീശോധന പ്രാണായാമം ഇടശരത്തെയും വലശരത്തെയും ബാലൻസ് ചെയ്യാനുള്ള ഏറ്റവും മികച്ച വിദ്യയാണിത്. തലച്ചോറിലെ വലത് യുക്തി, ഇടത് ഭാവന, അർദ്ധഗോളങ്ങളെ ഒരുമിപ്പിക്കാൻ ഇത് സഹായിക്കുന്നു. ചെയ്യേണ്ട വിധം: നടുവ് നിവർത്തി സുഖകരമായൊരവസ്ഥയിൽ ഇരിക്കുക. കണ്ണുകൾ അടയ്ക്കുക. വലതുകൈയുടെ തള്ളവിരൽ കൊണ്ട് വലതുമൂക്കടയ്ക്കുക. ഇടതുമൂക്കിലൂടെ സാവധാനം ശ്വാസമുള്ളിലേക്കെടുക്കുക. 4 സെക്കൻഡ്. ഇനി മോതിരവിരൽ കൊണ്ട് ഇടതുമൂക്കടയ്ക്കുക. വലതുമൂക്കിലൂടെ ശ്വാസം സാവധാനം പുറത്തുവിടുക. 6 സെക്കൻഡ്. വീണ്ടും വലതുമൂക്കിലൂടെ ശ്വാസമുള്ളിലേക്കെടുക്കുക. 4 സെക്കൻഡ്. വലതുമൂക്കടച്ച് ഇടതുമൂക്കിലൂടെ പുറത്തുവിടുക. 6 സെക്കൻഡ്. ഇതൊരു ചക്രമായി തുടരുക. പ്രയോജനം: ദിവസവും 5 മുതൽ 10 മിനിറ്റ് വരെ ഇത് ചെയ്താൽ ഉത്കണ്ഠ കുറയും, മാനസിക പിരിമുറുക്കം മാറും, ഓർമ്മശക്തിയും ഏകാഗ്രതയും വർദ്ധിക്കും. 2. 4x7x8 ടെക്നിക്, ദ റിലാക്സിംഗ് ബ്രെത്ത്. ഡോക്ടർ ആൻഡ്രൂ വെയിൽ വികസിപ്പിച്ചെടുത്ത ഉറക്കമില്ലായ്മ, അമിത ടെൻഷൻ, നെഞ്ചിടിപ്പ് എന്നിവയ്ക്ക് ഉടൻ ആശ്വാസം നൽകുന്ന നാച്ചുറൽ ട്രാൻക്വിലൈസറാണിത്. ചെയ്യേണ്ട വിധം: വായിലൂടെ ഒരു ഹുഷ് ശബ്ദത്തോടെ എല്ലാ വായുവും പുറത്തേക്ക് കളയുക. വായ അടച്ച് മൂക്കിലൂടെ 4 സെക്കൻഡ് എടുത്ത് സാവധാനം ശ്വാസമുള്ളിലേക്കെടുക്കുക. ശ്വാസമുള്ളിൽ 7 സെക്കൻഡ് പിടിച്ചു നിർത്തുക. 8 സെക്കൻഡ് എടുത്ത് വായിലൂടെയോ ശബ്ദത്തോടെ സാവധാനം പുറത്തുവിടുക. മൂക്കിലൂടെയോ ഹുഷ് എന്ന ശബ്ദത്തിലോ. ഈ ചക്രം 4 തവണ ആവർത്തിക്കുക. ഇത് ശരീരത്തിലെ സ്ട്രെസ് ഹോർമോണുകളെ നിമിഷനേരം കൊണ്ട് കുറയ്ക്കുകയും മനസ്സിനെ വളരെ വേഗത്തിൽ ശാന്തമായ പാരാസിമ്പത്തറ്റിക് അവസ്ഥയിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. ഉറങ്ങുന്നതിനു മുൻപ് ചെയ്താൽ അഗാധമായ ഉറക്കം ലഭിക്കും. 3. ഭ്രമരി പ്രാണായാമം, ഭ്രമരി ബ്രത്ത്. തലച്ചോറിനെ ഉത്തേജിപ്പിക്കാനും നെഗറ്റീവ് ചിന്തകൾ നീക്കാനും മനസ്സിനെ സീറോ സ്റ്റേറ്റ് എന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരാനും ഈ വിദ്യ സഹായിക്കുന്നു. ചെയ്യേണ്ട വിധം: സുഖകരമായിരിക്കുക. കൈവിരലുകൾ കൊണ്ട് ചെവികൾ മൃദുവായി അടയ്ക്കുക. കണ്ണുകൾ അടച്ച് മൂക്കിലൂടെ ഒരു ദീർഘശ്വാസം ഉള്ളിലേക്കെടുക്കുക. ശ്വാസം പുറത്തുവിടുമ്പോൾ ഒരു വണ്ടിന്റെ ശബ്ദം പോലെ എന്ന ശബ്ദമുണ്ടാക്കി ആ ശബ്ദത്തിൽ ശ്രദ്ധിക്കുക. ഇത് 5 മുതൽ 7 തവണ ആവർത്തിക്കുക. തലച്ചോറിലെ പിറ്റ്യൂട്ടറി ഗ്രന്ഥി സക്രിയമാവുകയും ഇത് ഓർമ്മശക്തി വർദ്ധിപ്പിക്കുകയും ഉത്കണ്ഠ കുറയ്ക്കുകയും ചെയ്യുന്നു. മൈഗ്രെയിൻ പോലുള്ള തലവേദനകൾക്ക് വളരെ നല്ലതാണ്. 4. ശരയോഗവിദ്യ, സ്വരത്തെ മാറ്റാനുള്ള വിദ്യ. ഇതൊരു മാജിക്കൽ വിദ്യയാണ്. നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയം ആവശ്യമുള്ള ഏതു കാര്യത്തിനും ഇതുപയോഗിക്കാം. ചന്ദ്രനാഡി, ഇടത്, സക്രിയമായിരിക്കേണ്ട കാര്യങ്ങൾ: ഒരു പുതിയ ബിസിനസ് തുടങ്ങുമ്പോൾ, ഒരു പ്രധാനപ്പെട്ട മീറ്റിംഗിന് മുൻപ്, പഠിക്കുമ്പോൾ, ആർക്കെങ്കിലും ഉപദേശം നൽകുമ്പോൾ, വിശ്രമിക്കുമ്പോൾ. സൂര്യനാഡി, വലത്, സക്രിയമായിരിക്കേണ്ട കാര്യങ്ങൾ: ഒരു ശാരീരികമായ ജോലി ചെയ്യുമ്പോൾ, പരീക്ഷ എഴുതുമ്പോൾ, ഭക്ഷണം കഴിക്കുമ്പോൾ, ഒരു തർക്കം പരിഹരിക്കുമ്പോൾ, ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ. എങ്ങനെ സ്വരം മാറ്റാം? നിങ്ങൾക്കൊരു പ്രധാനപ്പെട്ട ഇന്റർവ്യൂവിന് പോകണം. അപ്പോൾ വേണ്ടത് ധൈര്യവും ആത്മവിശ്വാസവുമാണ്. സൂര്യനാഡി. പക്ഷെ നിങ്ങളുടെ ഇടതുമൂക്കിലൂടെയാണ് ശ്വാസം വരുന്നതെങ്കിൽ നിങ്ങൾക്കത് വലതുമൂക്കിലേക്ക് മാറ്റാൻ സാധിക്കും. 1. കിടക്കുക. വലതുമൂക്കിലേക്ക് ശ്വാസം വരാൻ ഇടതുവശം ചേർന്ന് കുറച്ചു സമയം കിടക്കുക. അപ്പോൾ ഭാരം കാരണം ഇടത് നാസാദ്വാരം അടയുകയും വലത് നാസാദ്വാരം തുറക്കുകയും ചെയ്യും. 2. മർദ്ദം നൽകുക. വലത് കക്ഷത്തിൽ കൈകൊണ്ടോ അല്ലെങ്കിൽ ഒരു വാട്ടർ ബോട്ടിൽ കൊണ്ടോ അല്പം മർദ്ദം കൊടുക്കുക. ഇത് വിപരീത ദിശയിലെ മൂക്കിലൂടെ, ഇവിടെ വലത്, ശ്വാസം വരാൻ സഹായിക്കും. 5 മിനിറ്റിനുള്ളിൽ ശ്വാസഗതി മാറിയത് നിങ്ങൾക്ക് അനുഭവിച്ചറിയാം. ശരയോഗ തത്വമനുസരിച്ച് പ്രധാനപ്പെട്ട ഒരു കാര്യത്തിനിറങ്ങുമ്പോൾ നിങ്ങൾ സക്രിയമായ നാഡിക്കനുസരിച്ചുള്ള കാൽ വച്ച് മുന്നോട്ടു പോകണം. വലതുമൂക്കിലാണ് ശ്വാസമെങ്കിൽ വലതുകാൽ വച്ചിറങ്ങുക, ഇടതുമൂക്കിലാണ് ശ്വാസമെങ്കിൽ ഇടതുകാൽ വച്ചിറങ്ങുക. ഇത് നിങ്ങളുടെ വിജയസാധ്യത വർദ്ധിപ്പിക്കും. പ്രിയ സുഹൃത്തുക്കളെ, ശ്വാസം വെറുമൊരു വായുസഞ്ചാരമല്ല, അത് ജീവന്റെ താളമാണ്.
പുരാണങ്ങളിൽ പരമശിവൻ പാർവതിക്ക് പറഞ്ഞുകൊടുത്തതും ബുദ്ധൻ തന്റെ ജീവിതത്തിലൂടെ ലോകത്തിന് കാണിച്ചു തന്നതും ഈ ശ്വാസത്തിന്റെ മഹത്വമാണ്. നമ്മുടെ പൂർവികർക്കറിയാമായിരുന്നു ഈ പ്രപഞ്ചത്തിന്റെ താളവും നമ്മുടെ ശരീരത്തിന്റെ താളവും ഒന്നാണെന്ന്. പുറത്തെ കാലാവസ്ഥ മാറുന്നതുപോലെ നമ്മുടെ ഉള്ളിലെ സൂര്യനും ചന്ദ്രനും ഓരോ നിമിഷവും സ്ഥാനങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. ഈ മാറ്റത്തെ തിരിച്ചറിയുകയും അതിനനുസരിച്ച് നമ്മുടെ പ്രവർത്തനങ്ങളെ ക്രമപ്പെടുത്തുകയും ചെയ്യുന്നവനാണ് യഥാർത്ഥത്തിൽ സ്വന്തം വിധിയെ നിയന്ത്രിക്കുന്നത്. നിങ്ങളുടെ ഓരോ ചിന്തയും ഓരോ വികാരവും ഓരോ രോഗവും തുടങ്ങുന്നത് നിങ്ങളുടെ ശ്വാസത്തിൽ നിന്നാണ്. നിങ്ങൾ ദേഷ്യപ്പെടുമ്പോൾ ശ്വാസം വേഗത്തിലാകുന്നു, നിങ്ങൾ സമാധാനത്തിലായിരിക്കുമ്പോൾ ശ്വാസം സാവധാനമാകുന്നു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് വിപരീതമാണ്. മനസ്സ് വേഗത്തിലോടുമ്പോൾ ശ്വാസത്തെ സാവധാനമാക്കുക, അപ്പോൾ മനസ്സ് താനെ ശാന്തമാകും. ഓരോ ശ്വാസവും ശ്രദ്ധയോടെ എടുക്കുക. ഇപ്പോൾ ഈ നിമിഷം നിങ്ങളുടെ ഏത് മൂക്കിലൂടെയാണ് ശ്വാസം വരുന്നത് എന്ന് ശ്രദ്ധിക്കുക. ആ ശ്രദ്ധ തന്നെയാണ് ധ്യാനം. ഇതൊരു ചെറിയ പ്രയത്നമാണ്. ഈ അറിവുകൾ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തി നോക്കൂ. 5 ദിവസം കൊണ്ട് മാറ്റം ഉറപ്പാണ്. ഓർക്കുക, ശ്വസിക്കാൻ മറന്നാൽ മരണം സംഭവിക്കും, എന്നാൽ ശ്വസിക്കാൻ പഠിച്ചാൽ ജീവിതം സംഭവിക്കും. വീഡിയോ കേട്ടാൽ മാത്രം പ്രയോജനം ലഭിക്കുകയില്ല. ഇതിൽ പറയുന്ന കാര്യങ്ങൾ പരിശീലിച്ചു നോക്കണം. ആദ്യമൊക്കെ പ്രയാസമായിരിക്കും. നിരന്തരം പരിശീലിച്ചാൽ നിങ്ങൾക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചുവെന്ന് കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുവാൻ മറക്കല്ലേ.